കള്ളാടി ദുരന്തത്തിൽ പ്രിയങ്ക ഗാന്ധി സന്ദർശനം നടത്താത്തതിൽ ന്യായീകരണവുമായി മന്ത്രി ടി സിദ്ദിഖ്. എംപിയുടെ സാന്നിധ്യം വേണമെന്നില്ലെന്നും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നെന്നും മന്ത്രിയുടെ വാദം. പ്രിയങ്ക എന്ന് വയനാട്ടിൽ വരുമെന്ന ചോദ്യത്തിന് നിങ്ങളെ അറിയിക്കാം എന്ന ഒഴുക്കൻ മറുപടിയാണ് ടി സിദ്ദിഖ് നൽകിയത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവർ ഓൺലൈനായി പങ്കെടുത്ത അതിപ്രധാനമായിട്ടുള്ള യോഗം നടന്നു. മുഖ്യമന്ത്രി ചെയർ ചെയ്ത മീറ്റിംഗാണ്. മുഖ്യമന്ത്രി ചെയർ ചെയ്ത മീറ്റിംഗിൽ പ്രിയങ്ക ഗാന്ധി അടക്കം ഓൺലൈനിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളിലും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ ആ കാഴ്ചപ്പാടുകൾ മുഴുവൻ ഞങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഒരാളുടെ ഇടപെടൽ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, ഒരാളുടെ ഇടപെടൽ വിദൂരതയിൽ നിന്നാണെങ്കിലും ദൂരെ നിന്നാണെങ്കിലും സമഗ്രമായി ഇടപെടുക എന്നുള്ളതാണ്, റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ റിസൾട്ട് കൃത്യമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാ അത് വരുന്ന സമയം നിങ്ങളെ അറിയിക്കാം. വിഷ്ണു തലൂര് ചേരുകയാണ്. വിഷ്ണു, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ ന്യായീകരിക്കാനുള്ള ബാധ്യത ടി സിദ്ദിഖിനുണ്ട്. പക്ഷേ സിദ്ദിഖ് പറയും പോലെ വെറും ഒരാളല്ലല്ലോ, സ്ഥലത്തെ എം പി അല്ലേ പ്രിയങ്ക ഗാന്ധി. അങ്ങനെ ഒരാൾ എന്തിയെ എവിടെയാണ് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അതിന് പക്ഷേ സിദ്ദിഖ് നൽകുന്ന മറുപടി ഒട്ടും തൃപ്തികരമല്ലല്ലോ വിഷ്ണു. ഷമി, വയനാട് ദുരന്തമുണ്ടായിട്ടും അവിടുത്തെ എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വയനാട് സന്ദർശിക്കാത്തവരെ ന്യായീകരിക്കുന്ന നിലപാട് തന്നെയാണ്, സമീപനമാണ് ടി സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും മന്ത്രി ഇന്ന് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നേരിട്ട് സാന്നിധ്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നതാണ്. കാരണം പ്രിയങ്ക ഗാന്ധി ഇത്തരത്തിൽ ഓൺലൈനായി പല യോഗങ്ങളിലും പങ്കെടുത്തു. മാർഗനിർദ്ദേശങ്ങൾ, ഈ ഒരു അടിയന്തര സഹായം ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രിയങ്ക ഗാന്ധി നൽകിയിരുന്നു. ആ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ നേരിട്ട് അവിടെ ഒരു സാന്നിധ്യത്തിന്റെ ആവശ്യമില്ല എന്നതാണ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യം, ഈ ഇടപെടൽ ഉണ്ടാകുന്നത് അതിന് സാന്നിധ്യം വേണമെന്നില്ല. വിദൂരതയിലിരുന്നായാലും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് ഉണ്ടാകുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു വെക്കുന്ന മന്ത്രി മറ്റൊരു കാര്യം പറയുന്നത്, ഈ അപകടത്തിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇല്ലാത്ത ഒരു പരാതിയാണ് അവിടുത്തെ എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വയനാട് ഇതുവരെ ദുരന്ത മേഖലയിൽ എത്തിയിട്ടില്ല എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നത്? ഈ ദുരന്ത ബാധിതർക്ക് ഇല്ലാത്ത പരാതിയാണ് ഇപ്പോൾ പലരും ഉയർത്തിക്കൊണ്ടുവരുന്നത് അടക്കമുള്ള പല ന്യായീകരണങ്ങളുമാണ് ഇന്ന് എന്തായാലും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി വയനാട് സന്ദർശിക്കുക എന്ന ചോദ്യത്തിനും ഒരു വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല. അതായത് നമ്മൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് എപ്പോൾ സന്ദർശിക്കും, അറിയിച്ചിട്ടുണ്ടോ? പക്ഷെ അതിലും വ്യക്തമായ ഒരു മറുപടിയില്ല. അങ്ങനെ സന്ദർശിക്കുകയാണെങ്കിൽ ആ സന്ദർശിക്കുന്ന സമയം അറിയിക്കാം, നിങ്ങളെയൊക്കെ അറിയിക്കാമെന്ന ഒരു ഒഴുക്കൻ മറുപടി പറഞ്ഞു പോയ മന്ത്രി പലപ്പോഴും പ്രകോപിതനാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധി, വയനാടുകാരുടെ വോട്ട് വാങ്ങി ജയിച്ച ജനപ്രതിനിധി ഇത്തരമൊരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ നേരിട്ടെത്തേണ്ടതല്ലേ എന്നത് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതിൽ മന്ത്രി പലപ്പോഴും പ്രകോപിതനായിക്കൊണ്ട് തന്നെയാണ് മറുപടി പറഞ്ഞത്. ഷമി.